ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ക്രിക്ടോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. T20 വേൾഡ് കപ്പിലെ സൂപ്പർ 8 രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യ സിംബാബ്വേനെ 72 റൺസിന് പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഈ 72 റൺസിന് പരാജയപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഒരു T20 മത്സരത്തിൽ 72 റൺസിൻ്റെ വിജയം എന്ന് പറയുന്നത് വളരെ നല്ലൊരു വിജയം തന്നെയാണ്. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യയുടെ വിജയം വെറും 72 റൺസിനായി പോയി എന്ന് പറയുന്നത് നിർഭാഗ്യകരമാണ്. അത് ക്യാപ്റ്റൻ്റെ അല്ലെങ്കിൽ ക്യാപ്റ്റൻസിയുടെ ചില തീരുമാനങ്ങളുടെ പാളിച്ചയാണെന്ന് തന്നെ പറയണം. മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സിംബാബ്വേക്ക് ടോസ് വിൻ ചെയ്തു. ഇന്ത്യ ആദ്യം ഫസ്റ്റ് ബാറ്റിംഗ് അയക്കുന്നു. സൂര്യകുമാർ യാദവ് പറഞ്ഞിരുന്നു ഇന്ത്യക്കാണ് ടോസ് കിട്ടുന്നതെങ്കിൽ ഇന്ത്യ ഫസ്റ്റ് ബാറ്റിംഗ് എടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ സിംബാബ്വെ ഫസ്റ്റ് ഫീൽഡിംഗ് എടുക്കുന്നു, ഇന്ത്യ ബാറ്റിങ്ങിന് ഇറങ്ങുന്നു. ഈ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൽ നിന്നും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കളിച്ച പ്ലേയിങ് ഇലവനിൽ നിന്ന് 2 മാറ്റങ്ങളുമായിട്ടാണ് ഇന്ത്യ ഇറങ്ങിയത്. റിങ്കു സിംഗിന് പകരം മലയാളി താരം സഞ്ജു വി സാംസൺ വരുന്നു. അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദറിന് പകരം അസർ പട്ടേൽ ടീമിലേക്ക് വരുന്നു. സഞ്ജു വി സാംസനാണ് ഓപ്പൺ ചെയ്ത് അഭിഷേക് ശർമ്മയുടെ ഒപ്പം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 256 എന്ന് പറഞ്ഞൊരു പട്ടുകൂറ്റം സ്കോറാണ് സ്വന്തമാക്കിയത്. ഈ വേൾഡ് കപ്പിൽ ഏറ്റവും ഉയർന്ന സ്കോറായിട്ടുള്ള 256 റൺസാണ് സ്വന്തമാക്കിയത്. നമുക്കറിയാം വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന് പറഞ്ഞാൽ 260 2007 സീസണിൽ പ്രഥമ സീസണിൽ ശ്രീലങ്ക കെനിയയുടെ അടുത്ത് നേടിയ 260. അതിന് അരികെ എത്താനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിരുന്നു 256. സഞ്ജു നമുക്കറിയാം ഈ ഒരു ടൂർണമെൻറ്റിൽ കിട്ടിയ അവസരം അങ്ങനെ വലിയതായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ മുമ്പത്തെ പരമ്പര ന്യൂസിലൻഡ് പരമ്പരയിൽ അദ്ദേഹത്തിന് തിളങ്ങാൻ സാധിച്ചില്ലായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം 24-25 റണ്ണോളം നേടുന്നു, 10-15 ബോളിൽ നിന്ന് നേടുന്നു. അങ്ങനെ അദ്ദേഹം ഒരു വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു തുടക്കം ഇന്ത്യക്ക് സമ്മാനിക്കുന്നു. അഭിഷേക് ശർമ്മ ഈ ഒരു ടൂർണമെൻറ്റിൽ ഫോം ഔട്ടായിരുന്ന അഭിഷേക് ശർമ്മ ഇന്നൊരു അർദ്ധ സെഞ്ചുറി നേടുന്നു. വൺ ഡൗൺ ആയിട്ട് വന്ന ഇഷാൻ കിഷനും ഒരു 38 റൺസ് നേടി നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുന്നു. അതിനുശേഷം സൂര്യകുമാർ യാദവ് വളരെ കുറഞ്ഞ ബോളിൽ നിന്ന് 10-30 റൺ സ്കോർ ചെയ്യുന്നു. അതുപോലെ നമ്മുടെ 5ാമതെത്തിയ തിലക് വർമ്മ, അതായത് വൺ ഡൗൺ ഇറങ്ങിക്കൊണ്ടിരുന്ന തിലക് വർമ്മ ഒരു ആങ്കറിംഗ് റോളിൽ നിന്ന് മാറി ഒരു ഫിനിഷർ റോളിലേക്ക് വന്നപ്പോൾ അദ്ദേഹം 10-15-16 ബോളിൽ നിന്ന് 40 സംതിങ് റൺ നേടാനായിട്ട് തിലക് വർമ്മയ്ക്ക് സാധിക്കുന്നു. അവസാന നിമിഷം ഹാർദിക് പാണ്ഡ്യയുടെ ഒരു വെടിക്കെട്ട് ഇന്നിങ്സ് 23 ബോളിൽ നിന്ന് 50 റൺ. ഇതെല്ലാം കൂടെ ചേർന്നപ്പോൾ ഇന്ത്യയുടെ സ്കോർ 250 കടന്ന് 256-4 എന്ന് പറഞ്ഞൊരു നല്ല സ്കോർ, മികച്ച ഒരു സ്കോറിലേക്ക് ഇന്ത്യക്ക് എത്തിച്ചേരാൻ സാധിച്ചു. സിംബാബ്വെ പോലെ ഒരു ബാറ്റിംഗ് അത്ര ഒരു ഇതല്ലാത്ത ഒരു ടീമിനെ സംബന്ധിച്ചോളം 250 ചേസ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ പോലെ നല്ലൊരു ബോളിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉള്ള ഒരു ടീമിനെതിരെ 250 സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു 100, 120, 150 റൺസിനോളം 150 റൺസിന് പോലും ഇന്ത്യ വിജയിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് നമ്മളൊക്കെ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇന്ത്യ ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞപ്പം തുടക്കത്തിലൊക്കെ അവർ പവർ പ്ലേ തന്നെ വിക്കറ്റ് നഷ്ടം കൂടാതെ 44 റൺസാണ് സിംബാബ്വെ നേടിയത്. അതിനുശേഷം അസർ പട്ടേൽ വരുന്ന ഒരു വിക്കറ്റ് നേടുന്നു. അങ്ങനെ ഒരു 10 ഓവർ കഴിഞ്ഞപ്പോൾ ഒരു 70-75 റണ്ണോളം ആയിരുന്നു അവരുടെ സ്കോർ എന്ന് പറയുന്നത്. പിന്നീട് അവരുടെ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് അവരുടെ ഓപ്പണറായിട്ടുള്ള ബ്രാൻ ബെന്നറ്റ് എടുത്ത് 97 റൺസാണ്. 59 ബോളിൽ 97 റൺസാണ് അദ്ദേഹം ഈ മത്സരത്തിൽ നേടിയത്. അദ്ദേഹത്തിന് വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുമില്ല. ഇവിടെ ക്യാപ്റ്റൻസിയുടെ പോരായ്മ എന്ന് തുടക്കത്തിൽ പറഞ്ഞതിൻ്റെ കാരണം നമുക്കറിയാം ഈ കളിയിൽ ശിവൻ ഡുബൈക്ക് ആദ്യത്തെ ഓവർ കൊടുത്ത സമയത്ത് ഓരോ ഓവറിന് അദ്ദേഹം വഴങ്ങിയത് 26 റൺസാണ്. അതായത് 15ാമത്തെ ഓവറിൽ 26 റൺസ് ഓൾറെഡി വഴങ്ങി ശിവൻ ഡുബൈ. ആ ശിവൻ ഡുബൈനെ ലാസ്റ്റ് ഓവർ വീണ്ടും ബോൾ ചെയ്യിക്കാൻ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള തീരുമാനമാണ്. കാരണം ജസ്പ്രീത് ബുംറയ്ക്ക് 3 ഓവറിൽ 21 റൺസ് മാത്രം വിട്ടുകൊടുത്ത് ജസ്പ്രീത് ബുംറയ്ക്ക് ഒരു ഓവർ ബാക്കി കിടക്കുന്നു. അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യയും 3 ഓവറിൽ 21 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. ഇവർക്ക് 2 പേർക്ക് ഓവർ ബാക്കിയുള്ള സമയത്ത് ഈ 16 ഓവറിന് ശേഷം അവർക്ക് 2 പേർക്ക് ഓവർ കൊടുക്കാമായിരുന്നു. എന്തിനാണ് ശിവൻ ഡുബൈ വീണ്ടും ഓവർ എറിയിച്ചത്? അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റ് വെസ്റ്റ് ഇൻഡീസിൻ്റെയൊക്കെ താഴെയാണ്. ഇപ്പോൾ നിലവിൽ ഇന്ത്യക്ക് 2 പോയിൻ്റാണ് 2 കളികളിൽ ലഭിച്ചിട്ടുള്ളത്. അതിന് വെസ്റ്റ് ഇൻഡീസിനും 2 കളികളിൽ 2 പോയിൻ്റാണ്. പക്ഷേ നെറ്റ് റൺ റേറ്റ് നോക്കുന്ന സമയത്ത് ഇപ്പോഴും ടേബിളിൽ 2ാമത് കിടക്കുന്ന ഇന്ത്യക്കാരുടെ മുകളിൽ കിടക്കുന്ന വെസ്റ്റ് ഇൻഡീസാണ്. ഞായറാഴ്ച ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ ഇടംകാലം കൊൽക്കത്തയെ വെച്ചൊരു മാച്ച് നടക്കുന്നുണ്ട്. ആ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ സെമി കയറും, സംശയമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവിടെ മഴ പെയ്യുകയോ അല്ലെങ്കിൽ മത്സരം നടക്കാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ 2 പേരും ഓരോ പോയിൻ്റ് വീതം പങ്കിടുകയും സ്വാഭാവികമായിട്ടും വെസ്റ്റ് ഇൻഡീസ് സെമിയിലേക്ക് കടക്കുകയും ചെയ്യും. കാരണം സിംബാബ്വേനെ വെസ്റ്റ് ഇൻഡീസ് പരാജയപ്പെടുത്തിയത് 107 റൺസിനാണ്. അവർ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കനത്ത ഒരു പരാജയം ഏറ്റുവാങ്ങി എന്ന് പറഞ്ഞാൽ 9 വിക്കറ്റിന് പരാജയപ്പെട്ടു, ശരി തന്നെ. പക്ഷേ എങ്കിൽ പോലും നെറ്റ് റൺ റേറ്റിൽ 2ാമത് ഇപ്പോഴും വെസ്റ്റ് ഇൻഡീസ് തന്നെയാണ്.
അങ്ങനെ വന്നു കഴിയുമ്പം ഈ ഇന്ത്യക്ക് ഈ ബുംറേനെയും ഹാർദിക് പാണ്ഡ്യനെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ബോളിംഗ് ചേഞ്ച് വരുത്തുന്ന സമയത്ത് ഈ ക്യാപ്റ്റൻ കുറച്ചും കൂടെ ഉത്തരവാദിത്തം കാണിക്കുക, ഒരു ടെക്നിക്കൽ തന്ത്രപരമായിട്ട് തീരുമാനം എടുക്കുകയായിരുന്നെങ്കിൽ ഇന്ത്യ 72 റൺസിനല്ല 120 റൺസിനെങ്കിലും വിജയിക്കാമായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ വെസ്റ്റ് ഇൻഡീസിനേക്കാളും മുകളിലുള്ള നെറ്റ് റൺ റേറ്റ് ഇന്ത്യക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഈ കൊൽക്കത്തയിലെ മത്സരം ഏതെങ്കിലും തരത്തിൽ അത് കളി നടക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യക്ക് സേഫായിട്ട് സെമിയിലേക്ക് കയറാനുള്ള സാധ്യത ഉണ്ടായിരുന്നു, ഒരവസരം ഉണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയ സ്കോർ ഇന്ത്യ ബാറ്റിംഗ് നേടിയതല്ലേ. അത് ചെയ്യാതെ വന്നത് സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസിയിലുള്ള ഒരു പിഴവ് തന്നെയാണ്. ഈ മത്സരത്തിൽ ഇന്ത്യ സെമിയിൽ, ഈ ടൂർണമെൻറ്റിൽ, ഈ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ സെമി കടക്കാതിരുന്നാൽ അതിൻ്റെ പ്രധാന കാരണം ഈ സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ഒരു അപക്വമായിട്ടുള്ള തീരുമാനമാണ് സൂര്യകുമാർ യാദവ് സ്വീകരിച്ചിട്ടുള്ളത്. ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അർഷദീപ് സിംഗ് 4 ഓവറിൽ നിന്നും 24 റൺസിന് 3 വിക്കറ്റ് നേടി. വളരെ മികച്ച പ്രകടനമാണ്. നസർ പട്ടേൽ ആയാലും വരുൺ ചക്രവർത്തി ആയാലും ഒക്കെ തന്നെ വളരെ നന്നായിട്ട് ബോൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കയുടെ മത്സരത്തിൽ വരുൺ ചക്രവർത്തിക്ക് കണക്കറ്റ് അടി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം അദ്ദേഹം അതൊക്കെ മാറ്റിയിട്ട് വളരെ നന്നായിട്ട് ബോൾ ചെയ്യാൻ സാധിച്ചു. പക്ഷെ എന്തായാലും ഈ ഒരു പ്രശ്നമാണ്, ഈ ഒരു 72 റൺസിനായിരുന്നില്ല ഇന്ത്യ ജയിക്കേണ്ടതെന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. പല ക്രിക്കറ്റ് വിദഗ്ധരും അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്ത്യ 72 റൺസിന് സിംബാബ്വേനെ പരാജയപ്പെടുത്താനേ ഇന്ത്യക്ക് സാധിച്ചുള്ളൂ. ഇത്ര നല്ലൊരു റണ്ണ് നേടിയിട്ടും എന്ന് തന്നെ പറയണം. നമ്മൾ 72 റൺ ജയിച്ചു എന്നല്ല, 72 റൺസിനെ ജയിക്കാൻ സാധിച്ചുള്ളൂ എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പം ഈ നമ്മുടെ ഗ്രൂപ്പിൽ നിന്നും സൗത്ത് ആഫ്രിക്ക ഓൾറെഡി സെമിയിലേക്ക് മുന്നേറി കഴിഞ്ഞു. വെസ്റ്റ് ഇൻഡീസിന് 2 പോയിൻ്റാണ്, ഇന്ത്യക്ക് 2 പോയിൻ്റാണ്, സിംബാബ്വെ ഓൾറെഡി ഈ ടേബിളിൽ നിന്ന് സെമി കാണാതെ പുറത്തായി. ഞായറാഴ്ച സൗത്ത് ആഫ്രിക്കയും സിംബാബ്വേയും തമ്മിൽ മത്സരമുണ്ട്. അതിൻ്റെ റിസൾട്ട് അത്ര പ്രാധാന്യമില്ല, കാരണം ഓൾറെഡി പറഞ്ഞല്ലോ സൗത്ത് ആഫ്രിക്ക ഓൾറെഡി സെമി കയറിയതാണ്, സിംബാബ്വെ ഔട്ടായതാണ്. ഇനി ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് കൊൽക്കത്തയിൽ നടക്കുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മത്സരമാണ് ആരാണ് സെമിയിൽ കടക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ത്യ നല്ല രീതിയിൽ കളിച്ച് വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തി ഇന്ത്യ സെമിയിലേക്ക് കയറട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പക്ഷേ ഇതിനകത്ത് പ്രശ്നം സെമിയിൽ കടന്നാൽ പോലും, അല്ലെങ്കിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയും ഇത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് സൂര്യകുമാർ യാദവും കോച്ചും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ കാര്യം പരിങ്ങലിലായിരിക്കും എന്നുള്ളതാണ്. ഇന്ന് ഇന്ത്യയുടെ ബാറ്റിങ്ങിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. സഞ്ജുവിൻ്റെ പ്രകടനം മികച്ചതായിരുന്നു. കാരണം നല്ലൊരു തുടക്കം നൽകാനായിട്ട് സഞ്ജുവിന് സാധിച്ചു എന്നുള്ളതൊക്കെ വാസ്തവമാണ്. ഇത് തന്നെയായാലും ഈ സൂര്യകുമാർ യാദവിൻ്റെ ഈ ഒരു ഇതാണ് ഏറ്റവും മോശമായി പോയതെന്നുള്ളതാണ്. പിന്നെ സിംബാബ്വേയുടെ ഫീൽഡിങ്ങിലുണ്ടായ പിഴവ്, അത് അവരെ ഒരുപാട് ക്യാച്ച് മിസ് ചെയ്ത് കളഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഈ മത്സരത്തിനൊഴികെ ബാക്കി ഈ ലോകകപ്പിലെ എല്ലാ മത്സരങ്ങളിലും ഇന്ത്യ 2 ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ വെച്ചിട്ടാണ് ഓപ്പൺ ചെയ്യിച്ചുകൊണ്ടിരുന്നത്. സഞ്ജു ഒരു കളി കളിച്ചു, അതേപോലും ബാക്കി കളികളിലൊക്കെ തന്നെ 2 ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ വെച്ചിട്ടാണ് ഇന്ത്യ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പം പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ആദ്യം പ്രിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിക്കന്ദർ റാസ ഫസ്റ്റ് ഓവർ ചെയ്യാൻ വരും എന്നുള്ള കാര്യം. സിക്കന്ദർ റാസ വന്നത് 5ാമത്തെ 6ാമത്തെ ഓവറിലാണ്, പവർ പ്ലേ കഴിഞ്ഞിട്ടുള്ള ഓവറിലാണ്. പക്ഷേ അത് അവർക്കൊരു മറ്റൊരു പിഴവാണ്. കാരണം സഞ്ജു ഔട്ടായി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും റാസയ്ക്ക് വരാമായിരുന്നു, അല്ലെങ്കിൽ ഓപ്ഷണർക്ക് വരാമായിരുന്നു. അതാണ് ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും സെറ്റാവുന്നതിന് മുന്നേ തന്നെ വേണമെങ്കിൽ അവർ ഫസ്റ്റ് വന്ന് ഓവർ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അവിടെ ഒരു വിക്കറ്റ് നേടാനുള്ള അവസരം ഉണ്ടായിരുന്നു. അതും അവരുടെ എക്സ്പീരിയൻസ് കുറവുകൊണ്ട് അവർക്ക് സംഭവിച്ചതായിരിക്കാം. അല്ലെങ്കിൽ സൂര്യകുമാർ യാദവിന് പറ്റിയ പോലെ തന്നെ പിഴവ് റാസയ്ക്കും പറ്റിയതായിരിക്കാം, അങ്ങനെ പറയാം. 6 ഓവർ കഴിഞ്ഞപ്പം ഇന്ത്യക്ക് അത്യാവശ്യം നല്ല സ്കോർ. 6 ഓവറിൽ 80 റണ്ണായിരുന്നു. പവർ പ്ലേ കഴിഞ്ഞപ്പോൾ 80-1 എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ സ്കോർ. അതിനുശേഷം 2 ഓവറിൽ നിന്ന് ആകെ ഇന്ത്യക്ക് നേടാൻ സാധിച്ചത് 10 റണ്ണാണ്. 8 ഓവർ കഴിയുമ്പോൾ ഇന്ത്യയുടെ സ്കോർ എന്ന് പറയുന്നത് 90 റൺസാണ്. അത് 89-90 റൺസാണ് ഇന്ത്യക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ 2 ക്യാപ്റ്റന്മാർ ഭാഗത്തുനിന്ന് വലിയ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും മികച്ചൊരു ബാറ്റിംഗ് ട്രാക്കായിരുന്നു എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ ചെന്നൈയിൽ ക്യൂറേറ്റർമാർ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അത് മുതലെടുക്കാനായിട്ട് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന എല്ലാം ടഫ് കളികളായിരിക്കും. വെസ്റ്റ് ഇൻഡീസായിട്ട് ഞായറാഴ്ച കളി. വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടാൻ സാധിച്ചു കഴിഞ്ഞാൽ സെമിയിൽ ഇന്ത്യയെ കാത്തിരിക്കുന്ന സൗത്ത് ആഫ്രിക്കയും ഇംഗ്ലണ്ടുമാണ് ഓൾറെഡി ഉള്ളത്. ഇനിയിപ്പം ആ പൂളിൽ നിന്നും ന്യൂസിലൻഡാണോ സാധ്യത, ന്യൂസിലൻഡാണോ പാകിസ്ഥാനാണോ അടുത്തതായിട്ട് മുന്നേറുക എന്ന് നമുക്ക് നാളേക്കായിട്ട് അറിയാൻ സാധിക്കും. നാളെ മറ്റന്നാളായിട്ട് അറിയാം. എന്ത് തന്നെയായാലും വളരെ ടൈറ്റായിട്ടുള്ള മത്സരങ്ങളാണ് സെമിയിൽ ഇന്ത്യയെ കാത്തിരിക്കുന്നത്. സെമിയിലേക്ക് ഇന്ത്യ കടക്കുകയാണെങ്കിൽ മാത്രം എന്ത് തന്നെയായാലും സെമിയിലേക്ക് ഇന്ത്യ കടക്കട്ടെ, നല്ല മുന്നേറാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള മറ്റേ വീഡിയോകൾ എല്ലാവരും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എല്ലാവരും പരിഗണിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.